അപ്പൊ നമുക്ക് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം അല്ലെ. രണ്ടാമത്തെ യൂണിറ്റ് ഏതാണ്? സുമേറിയൻ ഒറിജിൻസിനെ കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത്. നമ്മൾ ആദ്യം ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി പറഞ്ഞു മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ. ദെൻ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സുമേറിയൻ ഒറിജിൻസ് ആണ്. നമ്മൾ സുമേറിയൻ എന്ന് പറഞ്ഞ പ്രദേശത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ സുമേറിയൻ സിവിലൈസേഷൻ, സുമേറിയൻ ഒറിജിൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സുമേർ എന്ന് പറഞ്ഞ റീജിയൻ, അവിടെയുള്ള അവിടെ അധിവസിക്കുന്നതിനെ സുമേറിയൻ കൾച്ചർ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നമുക്കറിയാം ഈ സുമേറിയൻ കൾച്ചർ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ലിയോണാർഡ് വൂളിയാണ്. ലിയോണാർഡ് വൂളിയാണ് 19ാം നൂറ്റാണ്ടില് അദ്ദേഹമാണത് ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്യുന്നത്. ഈ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന ഒരുപാട് ക്ലേ ടേബ്ലറ്റ്സ്, അവരുടെ ലിപി, യൂണിഫോം ലിപിയിൽ എഴുതിയിട്ടുള്ള ഒരുപാട് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള എഴുതപ്പെട്ട കുറെ പലകകൾ, ടാബ്ലറ്റ്സ് എന്ന് വെച്ചാൽ പലക അത് കണ്ടു കിട്ടുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു കൾച്ചറിനെ കുറിച്ച് പുറലോകം അറിയുന്നത്. പിന്നീട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സിംതേരീസ്, ക്ലേ ടാബ്ലറ്റ്സ്, യൂണിഫോം റൈറ്റിംഗ്സ്, ഗോൾഡ്, സിൽവർ, അങ്ങനെ ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, ഇതൊക്കെയും അവിടെ നിന്ന് കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഫർദർ എക്സ്കവേഷൻ നടക്കുകയും ഒരു 5000 BCE കാലഘട്ടത്തിലുള്ള ഒരു ഒറിജിനെ കുറിച്ചുള്ള ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നതല്ല. അപ്പൊ ലിയോണാർഡ് വൂളിയാണ് സുമേറിയൻ കൾച്ചറിന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആൾ. മെസപ്പൊട്ടാമിയൻ കൾച്ചർ കണ്ടെത്തിയ ആളെന്ന് അറിയപ്പെടുന്നത് ലിയോണാർഡ് വൂളിനെയാണ്. നമുക്കറിയാം സുമേറിയൻ സിവിലൈസേഷനെ തന്നെയാണ് ദ ഫസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദി വേൾഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ ഇൻ ദി വേൾഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അർബൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സുമേറിയൻ സിവിലൈസേഷൻ ആണ്. ഫസ്റ്റ് അർബൻ സിവിലൈസേഷൻ ഇൻ ദി വേൾഡ്. നമുക്കത് കിട്ടുന്നത് പറഞ്ഞത് ക്യൂണിഫോം, അവരുടെ ക്യൂണിഫോം സ്ക്രിപ്റ്റ്, അവരുടെ സ്ക്രിപ്റ്റിനെ പറയുന്നതാണ് ക്യൂണിഫോം എന്നുള്ളത്. ഒരു 3000 BCE ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു സ്ക്രിപ്റ്റിലൂടെയാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നത്. ഇനി നമുക്ക് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സുമേറിയയിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊണാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണെങ്കിലും മോർ ഡെമോക്രാറ്റിക് വൺ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മൊണാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ്, ഒരു രാജഭരണമായിരുന്നില്ല അവിടെ നിലനിന്നിരുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടെ രാജഭരണം തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ട്, ഒരു ജനാധിപത്യ മര്യാദകളോട് കൂടിയിട്ടാണ് അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ജനങ്ങളെ രാജാവ്, നോബൽസ്, അതിനുശേഷം സാധാരണ ജനങ്ങൾ, സ്ലേവ്സ് എന്നിങ്ങനെയുള്ള തരംതിരിവുകളൊക്കെ അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സുമേറിയൻസിന്റെ രാജാക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഊർ നമ്മു എന്ന് പറയുന്നത്. ഊർ നമ്മു ഒരു പ്രധാനപ്പെട്ട, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജാവാണ് സുമേറിയനിലെ ഊർ നമ്മു എന്ന് പറയുന്നത്. മൂന്നാമത്തെ വംശത്തിന്റെ 3rd ഡൈനാസ്റ്റി റൂളർ ആയിരുന്നു ഊർ നമ്മു. ഈ ഊർ നമ്മുവിന്റെ കാലത്താണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ്, അല്ലെങ്കിൽ ആർക്കിടെക്ചർ വർക്കാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. ഈ സിഗുറാത്തിന്റെ കൺസ്ട്രക്ഷൻ ഒരു ഒരു ആർക്കിടെക്ചറൽ വർക്കാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. ഈ സിഗുറാത്തിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഈ നമ്മുവിന്റെ കാലഘട്ടത്തിലാണ്. ഇനി നമ്മൾ പറഞ്ഞു അവിടെ പ്രീസ്റ്റ് ഉണ്ട്, കമാൻഡർ ഇൻ ചീഫ് ഉണ്ട്, ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ഫാർമേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ തരംതിരിവ് സൊസൈറ്റിയിൽ, ഒരു സൊസൈറ്റി ഡിവിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവിടെ ഒരു കിങ്ഷിപ്പ് റിലേഷൻ നിലനിന്നു, രാജാവും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം. ദൈവത്തിനോളം പ്രാധാന്യം രാജാവിന് അന്ന് നൽകുന്ന ഒരു സിസ്റ്റം അവർക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്ന് പറയുന്ന ആൾ, പൂജാരി എന്ന് വെച്ചാൽ പൂജ ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയും ജനങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് അന്നത്തെ ആളുകൾ കണക്കാക്കിയിരുന്നു. ഇനി നമുക്കറിയാം സുമേറിയയിൽ തന്നെ ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് സിറ്റി സ്റ്റേറ്റ്സുകളുണ്ട്. ഈ ഓരോ സിറ്റി സ്റ്റേറ്റ്സിനും, സുമേറിയയിലെ ഓരോ സ്റ്റേറ്റിനും എന്തുണ്ട്, ഓരോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിറ്റി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗോഡ് എന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ദൈവവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു സുമേറിയൻ സിറ്റി ഒരു മൊണാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നെങ്കിലും മോർ ഡെമോക്രാറ്റിക് വൺ ആണെന്ന് പറഞ്ഞില്ലേ, കൂടുതൽ ജനാധിപത്യപരമായിട്ട് പോരുന്ന ഒന്നാണെന്ന് പറഞ്ഞു. അതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭരണവ്യവസ്ഥ രണ്ട് ഹൗസസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. സെനറ്റും ഉണ്ട്. സെനറ്റ് എന്ന് പറഞ്ഞാൽ അസംബ്ലി ഓഫ് എൽഡേഴ്സും, പിന്നെ ഒരു ലോവർ ഹൗസും ഉണ്ട്. അപ്പൊ ഒരു അപ്പർ ഹൗസ് പോലെ സെനറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അസംബ്ലി ഓഫ് എൽഡേഴ്സ്. രണ്ടാമതൊരു ലോവർ ഹൗസ് അഥവാ അസംബ്ലി ഓഫ് ഫ്രീ മെയിൽ സിറ്റിസൺസ്. ഫ്രീ മെയിൽ സിറ്റിസൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ലേവ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഫ്രീ മെയിൽ സിറ്റിസൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട്
ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 അസംബ്ലികൾ അവിടെ ഉണ്ടായിരുന്നു. സെനറ്റ് അല്ലെങ്കിൽ അസംബ്ലി ഓഫ് എൽഡേഴ്സ് ആണ് പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം അസംബ്ലി ഓഫ് എൽഡേഴ്സ് ആണ്. ജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ലോവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് വണ്ണായിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന്, അല്ലെങ്കിൽ അവിടുത്തെ റൂളിംഗ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് അവിടുത്തെ ജസ്റ്റിസ് ആൻഡ് ലീഗൽ സിസ്റ്റം, നിയമവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ സുമേറിയൻസിന് ഒരു ലീഗൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അവിടുത്തെ സിവിൽ ക്രിമിനൽ ലോ കാര്യങ്ങളൊക്കെ നോക്കാനും നടപ്പിലാക്കാനും വേണ്ടിയിട്ടൊരു ലീഗൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ടൊരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാ ടാബ്ലറ്റ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഫലകങ്ങളിൽ നിന്നൊരു 6 പ്രൊവിഷൻസ് ഓഫ് ലോ, 6 നിയമത്തിനെ തന്നെ 6 ഘടകങ്ങളായി തിരിച്ചുകൊണ്ടൊക്കെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പലതും പിന്നീട് കണ്ടെത്തിയതിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതൊന്നും ആയിരുന്നില്ല. 6 പ്രൊവിഷൻസ് ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുമേറിയനിലെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അത്രത്തോളം പണിഷ്മെന്റ്സ് ഒന്നും അത്രയ്ക്ക് ക്രൂവൽ ആയിരുന്നില്ല. ഒരു ഒട്ടും ജനാധിപത്യ മര്യാദകൾ ഇല്ലാത്ത, അല്ലെങ്കിൽ വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് രീതി, ഒരു ശിക്ഷാ രീതി സുമേറിയയിൽ നിലനിന്നിരുന്നില്ല. കുറച്ചും കൂടെ ഒരു ഫൈൻ സിസ്റ്റം ആയിരുന്നു. ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിഴ ചുമത്തുക, അങ്ങനത്തെ ഒരു നിയമ നടപടികളാണ് അവിടെ സ്വീകരിച്ചു പോകുന്നത്. പണിഷ്മെന്റ് സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ക്രൂവൽ പണിഷ്മെന്റ് സിസ്റ്റം സുമേറിയയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുക. ദെൻ അവിടെ പബ്ലിക് ലോസ് ഉണ്ടായിരുന്നു, പൊതു നിയമങ്ങൾ ഉണ്ടായിരുന്നു. പൊതു നിയമങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വിവാഹത്തിനെ പറ്റിയിട്ട്, ഡിവോഴ്സിനെ പറ്റിയിട്ട്, ബിസിനസ്, ട്രേഡ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം, സ്ലേവ്സിന്, വിമൻസിന് ഒക്കെ നിയമങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനി ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിപ്പോ സുമേറിയൻ ലോസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. ഇതിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ബാബിലോണിയൻ നിയമങ്ങൾ വരും. സുമേറിയൻ അല്ലെങ്കിൽ മെസപ്പൊട്ടാമിയയിൽ തന്നെ സുമേറിയൻ ലോസ് കഴിഞ്ഞാൽ ഒരു ബാബിലോണിയൻ നിയമങ്ങളുണ്ട്. ഹമ്മുറാബിയുടെ നിയമവ്യവസ്ഥ വരും. അതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്രൂവൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ പണിഷ്മെന്റ്സ് ഒക്കെ വളരെ സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ്സ് നൽകുന്ന ഒരു സിസ്റ്റമാണ് ഹമ്മുറാബിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ബാബിലോണിയയില്. അതും ഈ സുമേറിയൻ സിസ്റ്റം രണ്ടും രണ്ടാണ്. അപ്പൊ സുമേറിയൻ ലീഗൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അധികം പണിഷ്മെന്റ്സ് ഇല്ലാത്ത എന്നാൽ നിയമങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റമാണ്. അതിൽ നിന്ന് വ്യത്യാസമാണ് ബാബിലോണിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇനി ഈ സുമേറിയൻ സിസ്റ്റത്തില് സ്ലേവറി ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിയമപരമായിട്ട് അംഗീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ സ്ലേവറി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്ലേവറി അതിന്റെ കാര്യങ്ങളൊക്കെ ലീഗൽ വാലിഡിറ്റി നൽകുന്ന ഒന്നാണ്. ഇനി നമുക്ക് അപ്പൊ പൊളിറ്റിക്കൽ സിസ്റ്റം, നമ്മൾ നിയമവ്യവസ്ഥയെ കുറിച്ചും പറഞ്ഞു. അടുത്തതാണ് എക്കോണമി അഥവാ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു നോക്കാം. നമ്മൾ പറഞ്ഞു ഫാമിങ്, ഫിഷിങ്, ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ജീവിതമാർഗം തിരഞ്ഞെടുക്കാം. ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഒരു വ്യക്തി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല. അതായത് ഒരു വ്യക്തിയുടെ സ്വന്തം പേരിൽ ഒരു പ്രോപ്പർട്ടി, ഒരു സ്വത്ത് ഉണ്ടായിരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോ ജോലി ചെയ്യുക, അവർ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി എന്നുള്ള സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. ദെൻ അവിടെ പ്രധാനമായിട്ടും ഇറിഗേഷൻ നിലനിന്നിരുന്നു. സീസൺ അനുസരിച്ച് ഇറിഗേഷൻ ചെയ്യുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു പ്രീസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രീസ്റ്റ് അവിടുത്തെ ഒരു എന്താ പറയാ കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരാളും കൂടെ ആയിട്ട് പറയും. അപ്പൊ മഴ പെയ്യുന്നതിനെ പറ്റി, കൃഷിയെ സംബന്ധിച്ചൊക്കെ കുറെ പ്രവചനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് പ്രീസ്റ്റ് നിലനിന്നിരുന്നത്. അപ്പൊ ഈ പ്രീസ്റ്റ് ഒരു ഇൻവോൾവ്മെന്റ് ഇവിടുത്തെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിലൊക്കെ കാണാൻ സാധിക്കും. ദെൻ ഫാർമേഴ്സിന് പുറമെ പോട്ടേഴ്സ്, മറ്റ് ആർട്ടിസൻസ്, മറ്റ് കൈത്തറി ജോലികൾ ചെയ്യുന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പോട്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ ഡിസൈൻഡ് ആയിട്ടുള്ള പോട്ടറീസ് ഒക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ സ്ലേവറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് നിലനിന്നിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഫാമിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ക്രോപ്സ്, സിറിയൽസ്, പൾസസ്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ നട്ട്സ്, നമ്മൾ പറഞ്ഞു ഈന്തപ്പഴം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഇറിഗേഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് സുമേറിയ എന്ന് പറയുന്നത്. അതിന് തക്കവണ്ണം ഫെർട്ടൈൽ ആയിട്ടുള്ള, വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള സോയിലും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൾട്ടിവേറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അടുത്തതാണ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ പറയുമ്പോൾ സുമർ എന്ന് പറയുന്ന റീജിയൻ വളരെ വെൽത്തി ആയിട്ടുള്ള, വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. നമ്മൾ എന്താണ് പറയാ, തടികള്, വിവിധങ്ങളായിട്ടുള്ള മരത്തടികള്, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, കൈത്തറി ഉൽപ്പന്നങ്ങളൊക്കെ ട്രേഡ് ചെയ്യുകയും മറ്റ് സ്ഥലങ്ങളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സെമി പ്രഷ്യസ്
മെറ്റൽസും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ലിയോണാർഡ് വൂളി ആദ്യം കണ്ടെത്തുമ്പോൾ തന്നെ ഒരുപാട് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു ട്രാൻസ്പോർട്ടേഷനും എക്സ്ചേഞ്ച് ഒക്കെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ട്രേഡ് ആൻഡ് കൊമേഴ്സിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബില്ലുകള്, റെസിപ്റ്റുകള്, അത് ഈ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക, കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു രേഖകൾ സൂക്ഷിക്കുന്ന രീതി അവർക്കുണ്ടായിരുന്നു. ലെറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറിപ്പുകളായിട്ടോ റെസിപ്റ്റ് ആയിട്ടോ ബില്ലായിട്ടോ ഒക്കെ അവർ രേഖകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പൊ സാധനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ രേഖകൾ സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള പോട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ സ്കൾപ്ചേഴ്സ്, അതുപോലെ തന്നെ ഫിഗറൈൻസ് ഒക്കെ ഉണ്ടാക്കുന്ന, ഒരുപാട് കൊത്തുപണികൾ ചെയ്യുന്ന, ഒരുപാട് മോഡൽസ് ഒക്കെ നിർമ്മിക്കുന്ന ആളുകൾ സുമേറിയയിൽ ഉണ്ടായിരുന്നു. മെറ്റൽ വർക്കേഴ്സ്, അങ്ങനത്തെ ആളുകളൊക്കെ അവരെ ജീവിച്ചത്. അതായത് ക്രാഫ്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ലുകൾ അറിയുന്നവരൊക്കെ അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇതിനോട് പുറമെ തന്നെ ഗോൾഡ് ഇൻഡസ്ട്രി, സിൽവർ ഇൻഡസ്ട്രി, ടിന്ന്, ലെഡ്, കോപ്പർ, ബ്രോൺസ് തുടങ്ങിയവയുടെ ഒക്കെ ഇൻഡസ്ട്രീസും അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അഗ്രികൾച്ചറൽ വർക്ക് നടക്കാൻ, അപ്പൊ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസ് നിർമ്മിക്കുന്ന ഇൻഡസ്ട്രികളൊക്കെ അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഈ സുമേറിയൻ കൾച്ചറിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് റിലീജിയനിൽ നിന്ന് കുറെയൊക്കെ വിട്ടു ജീവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ആർട്ട് വർക്കിലൊക്കെ ക്ലേ ഫിഗറിൻസില്, അതുപോലെ തന്നെ സ്കൾട്ട് വർക്കുകളിലൊക്കെ ഈ ദൈവങ്ങളുടെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കില്ല. അവർക്ക് ഇഷ്ടമുള്ള ഇമാജിനറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊത്തുപണി ചെയ്യുന്ന ഒരു രീതിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അല്ലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ കൊത്തുപണി ചെയ്യുന്ന ഒരു സിസ്റ്റം അവർക്ക് പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ് റിലീജിയസ് അഫയേഴ്സിൽ നിന്ന് ആർട്ട് വിട്ടു നിന്നിരുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവരുടെ ഒരു ആർക്കിടെക്ചറൽ വർക്ക്, ഒരു ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ ആണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, 3rd ഡൈനാസ്റ്റിയില് നമ്മു റൂളറിന്റെ സമയത്ത് സിഗുറാത്തുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് സിഗുറത്തുകൾ കാണാം. സിഗുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു എന്താ പറയാ, ഒരു കൺസ്ട്രക്ഷൻ വർക്കാണ്. ഒരു ബിൽഡിംഗ് പോലെ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് സിഗുറത്ത് എന്ന് പറയുന്നത്. ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പിരമിഡിന്റെ ഷേപ്പാണ്. ഒരു പിരമിഡിന്റെ ഒരു ഷേപ്പിലാണ് സിഗുറത്ത് നിലനിൽക്കുന്നത്. പക്ഷെ ഏറ്റവും താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പതിഞ്ഞ ഒരു സാധാരണ ഒരു നിലം, ആ നിലത്തിന് മീതെ ഒരു സ്റ്റെപ്പായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് സിഗുറത്ത് പണി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും താഴത്തെ ഫ്ലോർ, ആ ഫ്ലോറിന്റെ അത്ര തന്നെ വലുപ്പമില്ലാത്ത അടുത്തൊരു ഭാഗം സ്റ്റെപ്പായിട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ ട്രയാങ്കിളിന്റെ ഷേപ്പിൽ നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് സിഗുറത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ വർക്ക് തന്നെയാണ് സിഗുറത്തുകൾ. അതിന്റെ മീതെ ഒരുപാട് പെയിന്റിങ്സ്, കാര്യങ്ങള്. നമ്മൂന്റെ കാലത്താണ് ഈ സ്റ്റെപ്പ്ഡ് പിരമിഡ്സിന്റെ തുടക്കം എന്ന് പറയുന്നത്. ദെൻ അവിടെ മീതെ സീൽസ്, മറ്റ് ഫിഗേഴ്സ്, ആനിമൽസിന്റെ, ദൈവങ്ങളുടെ, മനുഷ്യന്മാരുടെ ഒക്കെ ഫിഗറിൻസ് ഒക്കെ ഈ സിഗുറത്തിന്റെ മീതെ കാണാനും സാധിക്കും. അപ്പൊ ഇത് അതിന്റെ ഒരു ഷേപ്പിൽ ഏറ്റവും ടോപ്പിൽ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ സീലുകളൊക്കെ പതിപ്പിച്ചിരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് സിഗുറത്തിന്റെ. അപ്പൊ സിഗുറത്ത് എന്ന് പറഞ്ഞാൽ അവരൊരു സ്ട്രക്ചറാണ്. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു ഫാമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഫാമിംഗ് ഒരു പ്രധാന ഇൻകം ആയിട്ട് അവർ ജീവിച്ചിരുന്നു പറഞ്ഞു. ഇനി ഇറിഗേഷന് വേണ്ടിയിട്ട് അവര് കനാലുകള്, ഡാമുകള്, അങ്ങനെ വെള്ളം സംരക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറിഗേഷൻ സിസ്റ്റത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ജലസംഭരണികൾ, ഡാമുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇതിനോട് പുറമെ തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ സിസ്റ്റം ഉപയോഗിച്ചിരുന്നു, മാപ്പ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് ഓരോ കനാലുകളുടെ അങ്ങനത്തെ ഡാമുകളുടെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവര് മാപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇനി അടുത്തെന്ന് പറയുന്നത് അവിടുത്തെ ഫിസിഷ്യൻസ് ആണ്. മെഡിക്കൽ നോളജ് ഉണ്ടായിരുന്നു, മെഡിസിനെ കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു മെസപ്പൊട്ടാമിയിലെ സുമേറിയൻസ് എന്ന് പറയുന്നത്. അപ്പോ അവരെന്താണ് അധികം ഈ പ്ലാന്റ്സ്, അന്നത്തെ കാലത്ത് പ്ലാന്റ്സ്, ഹെർബ്സിൽ നിന്നാണ് അവർ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനത്തെ എന്താ പറയാ, ചെടികളിൽ നിന്ന് മെഡിസിൻസ് ഉണ്ടാക്കിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതി. അപ്പൊ അവർക്കൊരു മെഡിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിനോട് ബന്ധപ്പെട്ട് തന്നെ അവർക്ക് ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു. മാജിക്കൽ ചാൻസ്, അസുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഈവിൾസിനെ അവരും അസുഖം എന്ന് പറയുന്ന ഒരു ഈവിളായിട്ട് നമ്മുടെ ദേഹത്ത് കൂടുന്ന ഒരു പ്രേതബാധ പോലത്തെ ഒരു സംഭവം ഈവിൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലുന്ന ഒരു രീതിയൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു ലേറ്റർ ഫോമിലൊക്കെ കണ്ടിരുന്ന പോലെ, അല്ലെങ്കിൽ വേദിക് കാലഘട്ടത്തിലൊക്കെ കണ്ടിരുന്ന പോലത്തെ ഒരു രീതി അവർക്കും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പൊ ഇതിനു വേണ്ടിയിട്ട് അവർ പ്രീസ്റ്റിന്റെ സഹായവും തേടിയിരുന്നു, ഈ മന്ത്രങ്ങൾ ചൊല്ലി അസുഖം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫിസിഷ്യൻസിന് ഒരു പ്രാധാന്യം നൽകുന്ന, ഒരു മെഡിക്കൽ സിസ്റ്റത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് സുമേറിയൻസ് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവരവിടെ ജീവിച്ചിരുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം, സുമേറിയയിലെ സ്ക്രിപ്റ്റ് എന്താന്ന് നോക്കാം. സ്ക്രിപ്റ്റും ലാംഗ്വേജും ലിറ്ററേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. നമ്മൾ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ക്യൂണിഫോം എന്ന് പറയുന്ന ഒരു ലിപി അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു. ഈ ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആൽഫബറ്റ് ഫോം ഓഫ് റൈറ്റിംഗ് അല്ല, ആൽഫബറ്റുകൾ കൊണ്ട് എഴുതുന്ന രീതിയല്ല, പകരം പിക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റേഷൻ നടത്തുക, പിക്ടോഗ്രഫിക്കൽ റെപ്രസെന്റേഷൻ തന്നെയാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോ സാധനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി പിക്ചേഴ്സ് ഉപയോഗിക്കുന്ന, അത് കൂട്ടി വായിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അവരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവര് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ക്യൂനിയസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിലാണ് ക്യൂണിഫോം എന്ന് പറയുന്ന ടേം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി ഇവര് പറഞ്ഞു ക്ലേ ടാബ്ലറ്റ്സ് കണ്ടെത്തി എന്ന് പറഞ്ഞല്ലേ. ഇവര് എഴുതിയിരുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച പലകകളുടെ മീതിയാണ്, മണ്ണുകൊണ്ട് നിർമ്മിച്ച പലകകളുടെ മീതിയാണ് ഇവരുടെ എഴുത്തുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇവരെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച പലകയുടെ മീത് ഇവർ എഴുതിയിട്ട് അത് സൂര്യന്റെ വെളിച്ചത്ത് വെച്ച് ഉണക്കിയെടുക്കും. മൺകട്ടകൾ എഴുതിയതിനു ശേഷം അവർ ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എഴുതി വെക്കപ്പെട്ട ലിപികളൊന്നും നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ അവർക്കൊരു എങ്ങനെയാണ് ഈ ഫലകങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് അറിയായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഒരു ആർക്കൈവൽ സിസ്റ്റം, ഈ ഇത്തരം സംഭവങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ആർക്കൈവ് സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നതായിട്ടും കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിലൂടെയാണ് അവരുടെ എഴുത്ത്, ക്യൂണിഫോം എന്ന് പറഞ്ഞ ലിപിയിലുള്ള എഴുത്തുകളും അവരുടെ എഴുത്ത് സിസ്റ്റം എല്ലാം നിലനിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവരതിനെ പ്രിസർവ് ചെയ്തിരുന്നൊരു വിഭാഗമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു ആൽഫബറ്റിക് സിസ്റ്റം ഇല്ല, പകരം എന്താണ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ പലകകളിൽ നിന്ന് എന്തൊക്കെ കാണാൻ പറ്റും? റോയൽ രാജകൽപ്പനകൾ പോലത്തെ കാര്യങ്ങളും പോയംസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപാട് പോയംസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പോമാണ് ലെജൻഡ് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്നത്. ലെജൻഡ് ഓഫ് ഗിൽഗമേഷിന്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു മിത്തിക് ഒരു ഹിസ്റ്ററി പറയുന്നത്, ഹിസ്റ്ററി അല്ല, ഒരു സ്റ്റോറി, ലെജൻഡ് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്നത്. ഇത് എഴുതപ്പെട്ട കാലഘട്ടം 2100 BC ആണെന്നാണ് കരുതപ്പെടുന്നത്. 2100 BC എഴുതപ്പെട്ടിട്ടുള്ള ലെജൻഡ് ഓഫ് ഗിൽഗമേഷ് ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ലിറ്ററേച്ചർ വർക്കാണ്. അപ്പൊ ഇത്രയാണ് സമ്മേറിയൻ സ്ക്രിപ്റ്റ്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവരുടെ സയൻസ്, ഫിലോസഫി, എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കാം അല്ലെ. സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ശാസ്ത്രീയപരമായിട്ട് മാത്തമാറ്റിക്സിനെ കുറിച്ച് വളരെ അറിവുള്ളവർ, സബ്സ്ട്രാക്ഷൻ, അഡിക്ഷൻ, ഈവൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അറിയാവുന്നതായിരുന്നു. അതിനോടൊപ്പം തന്നെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് തുടങ്ങിയവനെ കുറിച്ചുള്ള അറിവുകളും ഇവർക്ക് ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. 60 എന്ന് പറയുന്നതാണ് ഇവർ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത്. 60 ആണ് ഇവരുടെ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവര് ഇതിനോട് പുറമെ സയൻസ്, ഇപ്പോ മാത്സിൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്നതിന്റെ കൂടെ തന്നെ വാട്ടർ ക്ലോക്ക്, ലൂണാർ കലണ്ടർ, ചന്ദ്രനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കലണ്ടർ സിസ്റ്റം എല്ലാം ഇവര് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ലൂണാർ സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രമാസം നോക്കിക്കൊണ്ട് ഒരു കലണ്ടർ ഉണ്ടാക്കുന്ന രീതി ഇവർക്ക് ഉണ്ടായിരുന്നു. ദെൻ ഇവര് അസ്ട്രോളജിയിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാർ, നമ്മൾ പറഞ്ഞു ഇറിഗേഷൻ ഫെസിലിറ്റീസിന്റെ സമയത്തൊക്കെ ഇറിഗേഷന് വേണ്ടിയിട്ടൊക്കെ ഇവര് അസ്ട്രോളജി കാര്യമായി തന്നെ വിശ്വസിച്ചിരുന്നു. ഇതിനോട് പുറമെ അവർക്ക് സയൻസ് സബ്ജക്റ്റ് ആയിട്ടുള്ള ബോട്ടണി, ജോഗ്രഫി, സുവോളജി തുടങ്ങിയ വിഷയങ്ങളിലും അതിൻ്റെതായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. അവര് ചെറിയ രീതികളിലൊക്കെ ഒരു സ്കൂൾ സിസ്റ്റം എല്ലാം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. സ്കൂൾ സിസ്റ്റം എല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. ദെൻ അവിടുത്തെ സാമൂഹ്യ ജീവിതം, സുമേറിയയിലെ സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു റിലീജിയനെ കുറിച്ചൊക്കെ പറയാം. അത് നമുക്ക് റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ച് പറയാം. അവർക്ക് ഒന്നിൽ കൂടുതൽ ദൈവത്തിനെ ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. സുമേറിയൻസിന്റെ റിലീജിയസ് സിസ്റ്റത്തിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് അനു എന്ന് പറയുന്നത്. അനു എന്ന് പറയുന്നത് ഉറൂക്ക് എന്ന് പറഞ്ഞ നഗരത്തിന്റെ ദൈവമാണ്. ഉറൂക്ക് എന്ന് പറഞ്ഞ സിറ്റിയുടെ ദൈവമാണ് അനു എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഓരോ സിറ്റി സ്റ്റേറ്റിനും ഓരോ ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തില് അനു എന്ന് പറയുന്ന ദൈവമാണ് ഉറൂക്ക് നഗരത്തിന്റെ ദൈവം. ഇനി അവിടുത്തെ മറ്റൊരു ദൈവമാണ് എൻലിൽ. എൻലിൽ എന്ന് പറഞ്ഞാല് ധാരാളിത്തത്തിന്റെ അല്ലെങ്കിൽ ജസ്റ്റിസിന്റെയും കൂടെ ദൈവമാണ് എൻലിൽ. അടുത്ത ദൈവമാണ് എൻകി. എൻകി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിന്റെ, അതുപോലെ വിസ്ഡം തുടങ്ങിയവന്റെയൊക്കെ ദൈവമായിട്ട് എൻകിനെയാണ് കണക്കാക്കുന്നത്. ഇനി നന്ന എന്ന് പറയുന്ന ദൈവമാണ് ഊർ എന്ന് പറഞ്ഞ സിറ്റിയുടെ ദൈവം.
ഊർ എന്ന് പറയുന്ന സിറ്റിയുടെ ദൈവമാണ് നന്ന എന്ന് പറയുന്ന ദൈവം. അതൊരു മൂൺ ഗോഡാണ്, ചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള ചന്ദ്രദൈവമാണ് നന്ന എന്ന് പറയുന്നത്. പിന്നെ സൺ ഗോഡിന്റെ പേര് ഉത്തു എന്നാണ്. തൂ എന്നും പറയും, ഉത്തു എന്നുള്ള രീതിയിൽ UTU അതാണ് സ്പെല്ലിംഗ് വരുന്നത്. സൺ ഗോഡ് ഉത്തു ആണ്. പിന്നെ അങ്ങനെ ഓരോരോ ഗോഡ്സ്. ഇനാന എന്ന് പറയുന്നത് ഗോഡസസ് ഓഫ് ഫെർട്ടിലിറ്റി, അമ്മ ദൈവം സ്ത്രീ എന്താ പറയാ, സ്ത്രീ ഭാഗത്തിൽ നിന്നുള്ള ദൈവമാണ് ഇനാന എന്ന് പറയുന്നത്. ഫെർട്ടിലിറ്റി ഗോഡാണ്. അപ്പൊ ഇത്തരത്തില് വിവിധങ്ങളായിട്ടുള്ള പോളിതീയസമാണ് അവർ ഫോളോ ചെയ്ത് ഒരുപാട് ദൈവങ്ങളെ വിശ്വസിച്ചിരുന്നു. ഓരോ നഗരങ്ങൾക്കും ഓരോ ദൈവത്തിനെ വിശ്വസിച്ചിരുന്ന രീതി ആർക്കുണ്ട്? സുമേറിയൻസിന് ഉണ്ടായിരുന്നു. ഇനി നമ്മളിപ്പോ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുമറിയൻ സിവിലൈസേഷൻ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ എന്താണ് ബറിയൽസിൽ നിന്നൊന്നും ഒരുപാട് വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. ഈ ലൈഫ് ആഫ്റ്റർ ഡെത്തിൽ വിശ്വസിക്കുന്ന സമയത്ത്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവര് മരണാന്തരം ജീവിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്വർണ്ണാഭരണങ്ങളും ആ സമൂഹത്തിൽ റിച്ച് ആയിട്ട് നിലനിൽക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെ നിക്ഷേപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സുമേറിയൻസ് ശവശരീരങ്ങൾ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. എന്താ പറയാ, വീടിന്റെ തന്നെ ഏറ്റവും താഴെ ഇതില് ഒരു കല്ലറ ഉണ്ടാക്കി അതിൽ വെച്ച് കത്തിച്ച് കളയുന്ന ഒരു രീതിയാണ് സുമേറിയൻസ് ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ഒരു മരണത്തിന് ശേഷം സ്വർഗീയമായ ജീവിതം ലഭിക്കും, അങ്ങനത്തെ വിശ്വാസമൊന്നും സുമേറിയൻസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതാണ് അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സെറ്റിൽഡ് ലൈഫാണ്, ഒരു തരത്ത് കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന രീതിയാണ്, അഗ്രികൾച്ചർ ചെയ്ത് ജീവിക്കുന്ന രീതിയാണ് അവർക്കുണ്ട്. അതിനോട് പുറമെ തന്നെ എന്താ അവർക്കുണ്ട്? കാറ്റിൽ റൈഡിങ്, കന്നുകാലികളെ വളർത്തുന്ന രീതിയും അവർക്കുണ്ടെന്ന് പറഞ്ഞല്ലേ. വെജിറ്റബിൾസ്, ബാർലി, നട്ട്സ്, ഗ്രേപ്സ്, ഡേറ്റ്സ് തുടങ്ങിയവയൊക്കെ അവര് കൃഷി ചെയ്ത് ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോട് പുറമെ അവര് പാല്, മുട്ട, മറ്റ് പന്നിയുടെ ഇറച്ചി, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, മാനുകളുടെ, ആടുകളുടെ, അങ്ങനെ ഒരുപാട് മത്സ്യങ്ങളും മാംസങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരു വിഭാഗമാണ് സുമേറിയൻസ് എന്ന് പറയുന്നത്. മീൻ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റം തന്നെയായിരുന്നു. ഇനി അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസിന്റെ തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു സുമേറിയൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഉണക്കമീനിന്റെ ഒരു ട്രേഡിംഗ് സെന്റർ ആയിരുന്നു ഊർ. ഊർ എന്ന് പറഞ്ഞ സുമേറിയയിലെ ഒരു നഗരമാണ്. ആ ഊർ എന്ന് പറയുന്നത് ട്രേഡിംഗ് സെന്റർ ആയിരുന്നു. എന്തിന്റെ? ഉണക്കമീനിന്റെ ട്രേഡിംഗ് സെന്റർ ആയിരുന്നു ഊർ. അത്തരത്തിൽ ഒരുപാട് വസ്തുക്കൾ ട്രേഡിന് വേണ്ടിയിട്ടും അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് സുമേറിയൻസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദെൻ അവര് വസ്ത്രം ധരിച്ചിരുന്നു. അത് ആടിന്റെ തൊലി കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിട്ടുള്ളത്. ആടിന്റെ തൊലി കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, ഈ ഷീപ്പിന്റെ അല്ലെങ്കിൽ ആടിന്റെ തൊലി കൊണ്ടുണ്ടാക്കുന്ന സ്കേർട്ടുകൾ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്ത്രീകളും പുരുഷന്മാരും സ്കേർട്ടുകൾ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റും. സ്കേർട്ടും ഉണ്ട്, ഒരു ഷോളും ഉണ്ടാവും. അത്തരത്തിലാണ് അവരുടെ രീതി പോരുന്നത്. ഡ്രസ്സിങ് രീതി ആ ഒരു പാറ്റേൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഉപയോഗിക്കാൻ അവർക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ പുരുഷന്മാര് എന്താ പറയാ, ചെരുപ്പ് ഉപയോഗിച്ചിരുന്നു. സാൻഡൽസ് അല്ലെങ്കിൽ ഒരു ബൂട്ടൊക്കെ ആയിട്ടുള്ള ചെരുപ്പുകൾ, വളരെ വില കൂടിയ ചെരുപ്പുകൾ പുരുഷന്മാർ ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ആ ഒരു സമൂഹത്തിൽ, സുമേറിയൻ സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും തലമുടി വളർത്തുമായിരുന്നു. ചുരുണ്ട തലമുടിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പുരുഷന്മാർ താടിയും കൂടെ വളർത്തുമായിരുന്നു. അപ്പം രണ്ടു കൂട്ടരും മുടി വളർത്തുന്ന രീതി, കേളി ഹെയർ അവർക്ക് ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി സുമേറിയന്റെ മറ്റൊരു ഫീച്ചർ, സൊസൈറ്റിയുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ കൂടുതൽ അർബൻ സെന്റേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരുപാട് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഒക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നായിട്ട് പറഞ്ഞല്ലേ. അപ്പോൾ കുറച്ചും കൂടെ അർബൻ സെന്റേഴ്സ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ റൂറൽ ഏരിയസും ഉണ്ടായിരുന്നു. എന്നാലും അർബൻ സെന്റേഴ്സ്, സിറ്റീസിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷെ അവിടുത്തെ സിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത്, നഗരങ്ങൾ എന്താണ്, വളരെ ഡേർട്ടി ആയിട്ടുള്ള, വൃത്തിഹീനമായിട്ടുള്ള, അധികം വൃത്തിയൊന്നും ഇല്ലാത്ത, അധികം ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രീറ്റ് ഒന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്. വളരെ പൊടി പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ പൊടി നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹമായിരുന്നു, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആയിരുന്നു, സ്ട്രീറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സിഗുറത്തുകളെ കുറിച്ച് പറഞ്ഞല്ലേ, ഹൈ ടവർ ആണെന്ന് പറഞ്ഞു. ഹൈ ടവർ ആണ് സിഗുറത്തുകൾ. അത്തരത്തിൽ തന്നെ വലിയ ഉയരം കൂടിയ ടെമ്പിൾസ് ഒക്കെ അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിസൺസ് തന്നെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, സ്ലേവ്സ് ഉണ്ട്, അടിമകളായിട്ട് ആളുകളെ കൊണ്ടു നടക്കുന്ന സിസ്റ്റവും അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് സുമേറിയയുടെ ഒരു സൊസൈറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സൊസൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫാമിലിയാണ് അവരുടെ സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്താണ്? ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. മാരേജ് എന്ന് പറയുന്ന സിസ്റ്റം അധികവും അറേഞ്ച് മാരേജ് സിസ്റ്റത്തിനാണ് അവരധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്.
സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു സുമേറിയൻ സിസ്റ്റം എന്ന് പറയുന്നത്. അവർക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിനെ സംബന്ധിക്കുന്ന കുറെ നിയമങ്ങളെല്ലാം അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. റീമാരേജ്, പല അവസരങ്ങളിലും അവർക്ക് റീമാരേജ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഓർഫൻസിനും അതുപോലെ തന്നെ വിഡോസിനും പ്രത്യേകം എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള നിയമം അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും ഇല്ലാതുള്ള ആൾക്കാർ, ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ വിഡോസ് ആയിട്ടുള്ള ആൾക്കാരും, ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കും അവരുടെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമ സംവിധാനവും ഇവര് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു അവിടുത്തെ ഒരു സൊസൈറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം സുമർ എന്ന് പറയുന്ന റീജിയൻ തകർച്ച നേരിടുന്നത് അക്കാഡിയൻസിന്റെ ഒരു ഇൻവേഷനോട് കൂടിയിട്ടാണ്. അക്കാഡിയൻസ് എന്നൊരു വംശത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ഒരു അറ്റാക്കോട് കൂടിയിട്ടാണ് സുമേറിയൻ റീജിയൻ അതിന്റെ ഒരു പ്രതാപം ഇല്ലാതായി പോകുന്നത്. അപ്പൊ അത്രയും വരെ സുമേറിയൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ടാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സുമേറിയൻസിന്റെ ആദ്യത്തെ ഒരു ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ആണെന്ന് പറഞ്ഞു. അത് മുതൽക്ക് അവിടുത്തെ സൊസൈറ്റി, എക്കോണമി, അവരുടെ പ്രധാനപ്പെട്ട ജീവിത രീതികൾ, അവിടുത്തെ സിസ്റ്റം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു പോയി. അപ്പൊ ഇത്രയാണ് സുമേറിയൻ ഒറിജിൻ, ഒരു സുമേറിയൻ കൾച്ചറിന്റെ ഒറിജിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.